ഗുഡ് ഈവനിങ്. അപ്പോൾ വെൽക്കം ടു ബയോ തോട്ട്. നമ്മളിന്ന് 9th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിൽ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്നുള്ള ചാപ്റ്റർ 2. അപ്പോൾ ഇത് എല്ലാവരും എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ടെക്സ്റ്റിൽ 25ാമത്തെ പേജ് ആയിരിക്കും. അപ്പോൾ ഇത് ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് ഇപ്പോൾ എടുത്തേക്കണേ. അടുത്ത വീഡിയോയിൽ മലയാളം മീഡിയത്തിൻ്റെ എടുക്കാം. അപ്പോൾ മീഡിയം അനുസരിച്ച് കാണുക. അതിൽ നമ്മൾ ടെസ്റ്റ് പേപ്പർ സീരീസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഹൈലൈറ്റ് ചെയ്യണത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറന്നു വയ്ക്കുക. എന്നിട്ട് ഇതിൽ ഞാൻ മാർക്ക് ചെയ്യുന്ന പോലെ ടെക്സ്റ്റിൽ മാർക്ക് ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ പേജ് നമ്പർ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ വരുന്നത് മൗത്തിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. മൗത്ത് നമ്മൾ എന്തിന്റെ അണ്ടറിലാണ് പഠിച്ചത്? മെക്കാനിക്കൽ ഡൈജഷന്റെ അണ്ടറിലാണ് പഠിച്ചത് അല്ലേ? അപ്പൊ മെക്കാനിക്കൽ ഡൈജഷൻ എന്നുള്ള വേർഡ് അവിടെ ഹൈലൈറ്റ് ചെയ്യുക ഈ പേജിൽ എടുത്തിട്ട്. ഈ പേജ് എത്രയാ? പേജ് 30 എന്നാണ് ഇതിൽ കാണിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെയാണോ കാണിക്കണേന്ന് നോക്കുക. അപ്പോൾ മെക്കാനിക്കൽ ഡൈജഷൻ എന്നുള്ള വേർഡ് ഹൈലൈറ്റ് ചെയ്യുക. പിന്നെന്താണ് പറയുന്നത്? അതിൽ തന്നെ മൗത്തിന്റെ ഫംഗ്ഷൻ വരുന്നുണ്ടെന്ന് മനസ്സിലായി ഇല്ലേ? മെക്കാനിക്കൽ ഡൈജഷൻ്റെ ഒരു ടൈപ്പാണ് മൗത്ത് എന്ന് മനസ്സിലായി. പിന്നെ മൗത്ത് ഇവിടെ മാത്രമാണോ വരുന്നത്? അല്ല, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗം എടുക്കുക, അതിലെ മൗത്തിന്റെ പോയിന്റും ഹൈലൈറ്റ് ചെയ്യുക. യെസ്, അതെന്താണ് ഇവിടെ പറയണേ? മൗത്തിന്റെ ഡൈജഷൻ ഓഫ് സ്റ്റാർച്ചിന് ഡൈജഷൻ ചെയ്യും. എന്തിന്റെ ഹെൽപ്പിലാണ്? സലേവറി അമിലേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈമിന്റെ ഹെൽപ്പിലാണ്. അതിൽ സലേവയിൽ കാണുന്ന എൻസൈമിന്റെ പേരെന്താണ്? സലേവറി അമിലേസ്. അപ്പോൾ അത് ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സലേവറി ഗ്ലാൻഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് എന്താണ് വരുന്നത്? ഇതിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ തന്നെ സ്റ്റൊമക്ക് ഹൈലൈറ്റ് ചെയ്യുക. സ്റ്റൊമക്കിൽ പറയുന്നത് എന്താണ്? നിൽക്ക്, ഞാനൊന്ന് ലൈറ്റ് കളർ എടുക്കാം. ഓക്കെ, സ്റ്റൊമക്ക് ഹൈലൈറ്റ് ചെയ്യുന്നു. അപ്പൊ സ്റ്റൊമക്കിന്റെ എന്താ പറയുന്നത്? പ്രോട്ടീൻ ഡൈജഷൻ വരുന്നുണ്ട് അല്ലെ? ഡൈജഷൻ ഓഫ് പ്രോട്ടീൻസിന് എന്താ വരുന്നത് അവിടെ? പ്രോട്ടീൻ ഡൈജഷൻ വരുന്നുണ്ട്. പെപ്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻസൈം വരുന്നുണ്ട്. പിന്നെന്താ വരുന്നത്? ആൻഡ് ഫുഡ് ചേണിങ്, ഫുഡിന്റെ ചേണിങ് വരുന്നുണ്ട് അല്ലെ? ചേണിങ് ഓഫ് ഫുഡ് വരുന്നുണ്ട്. നമ്മൾ മെക്കാനിക്കൽ ഡൈജഷന്റെ ഭാഗം എടുക്കുക. മെക്കാനിക്കൽ ഡൈജഷന്റെ ഭാഗം എടുത്തു. അപ്പൊ നമ്മൾ അതിലെന്താ കാണണേ? സ്ട്രോങ് പെരിസ്റ്റാലിസിസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഫുഡിന്റെ ചേണിങ് ഒക്കെ എവിടെയാണ് നടക്കുന്നത്? സ്റ്റൊമക്കിൽ നടക്കുന്നുണ്ട് അല്ലെ? ഇനി ചേണിങ്ങിന്റെ സ്പെല്ലിംഗ് നോക്കുക. ചേണിങ്, CHURN, ചേണിങ്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? അടുത്തത് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് വരിക. അപ്പൊ അവിടെ എന്താണ്? കംപ്ലീറ്റ് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ആണ് നടക്കുന്നത് അല്ലെ? അപ്പൊ നമ്മൾ നോക്കുക, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് വീണ്ടും വരിക. അവിടെ എന്താണുള്ളത്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഉണ്ടെന്ന് പറയാം. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എന്താ വരുന്നത്? അത് അവിടെ കംപ്ലീറ്റ് ഡൈജഷൻ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്ത് വരുന്നുണ്ട്? ഡിഫറെന്റ് കാർബോഹൈഡ്രേറ്റ്, പല എൻസൈംസിലും വരുന്നുണ്ട് അല്ലെ? അപ്പോൾ ഇവിടെ ഡൈജഷൻ ഉണ്ട്, അതോടൊപ്പം തന്നെ കംപ്ലീറ്റ് ഡൈജഷൻ ഉണ്ട്, അബ്സോർപ്ഷൻ ഉണ്ട്. അതാണ് ഇവിടുത്തെ കീ ഹൈലൈറ്റ്. അബ്സോർപ്ഷൻ ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ്, വാട്ടർ, വിറ്റാമിൻസ്, മിനറൽസ് മെയിൻലി ടേക്സ് പ്ലേസ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പം ഇനി ലാർജ് ഇൻറ്റസ്റ്റൈനിൽ എന്താണ് നടക്കുന്നത്? കൂടുതലായിട്ട് റിമൈനിങ് വാട്ടറിന്റെ അബ്സോർപ്ഷൻ നടക്കുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറഞ്ഞ് ഹൈലൈറ്റ് ചെയ്തിട്ട് ആ ഒരു ഭാഗം ചെയ്യുക. ഇതൊക്കെ ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ ഇപ്പോൾ ടെസ്റ്റ് പേപ്പർ സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാച്ച് ദ ഫോളോയിങ് ടൈപ്പിലൊക്കെ വരുന്നതായിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കാം. ഇനി രണ്ടാമത് വരുന്നത് നമ്മുടെ ഹൈഡ്രീം അമീബയും നമ്മൾ പഠിച്ചിരുന്ന ഭാഗമുണ്ട് അല്ലേ? ഹൈഡ്രീം അമീബയും. അപ്പോൾ നമുക്ക് നോക്കാം, ഹൈഡ്രയുടെ പോർഷൻ നോക്കാം. ഹൈഡ്രീം അമീബയിൽ എന്താ നമ്മൾ കണ്ടത്? ന്യൂട്രീഷൻ ആണ് അല്ലെ? ന്യൂട്രീഷൻ ഇൻ അമീബ ആൻഡ് ഹൈഡ്ര. അപ്പോൾ ഇൻസൈഡ് ദ സെല്ലാണോ അതോ ഔട്ട്സൈഡ് ദ സെല്ലാണോ? ഇതൊക്കെ നമ്മൾ അപ്പൊ ഇൻട്രാസെല്ലുലാർ ഡൈജഷൻ എക്സാമ്പിൾ ആരാണ്? ഇൻട്രാസെല്ലുലാർ. നമ്മള് അമീബയിൽ ഇൻട്രാസെല്ലുലാർ കാണുന്നുണ്ട് അല്ലെ? ഇൻട്രാസെല്ലുലാർ കാണുന്നുണ്ട്. പിന്നെന്താണ്? ഇൻട്രാസെല്ലുലാർ മാത്രമുള്ളത് ആർക്കാ? അമീബയ്ക്കാണ്. ഇൻട്രാസെല്ലുലാർ മാത്രമുള്ളത് അമീബയ്ക്കാണ്. പക്ഷെ ഹൈഡ്രയ്ക്ക് ആണെങ്കിലോ ഇൻട്രാസെല്ലുലാറും ഉണ്ട്, വിത്തിൻ ദ സെല്ലും ഉണ്ട്, എക്സ്ട്രാ സെല്ലുലാറും ഉണ്ട്. ഔട്ട്സൈഡ് ദ ആ ഒരു സെൽസിന്റെ അവിടെ എന്താണ് വരുന്നത്? അപ്പോൾ നമ്മൾ ഔട്ട്സൈഡ് ഇൻ ദ ഡൈജസ്റ്റീവ് ക്യാവിറ്റിയിൽ എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷനും കാണിക്കുന്നത് ആരാണ്? ഹൈഡ്രയാണ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കണം. അപ്പൊ എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ, ഇത് വേറൊരു എക്സാമ്പിൾ എന്താണ്? നമുക്ക് ഹ്യൂമൻ ബീൻസ് എഴുതാൻ പറ്റും. ഓക്കെ, എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ ഏതിനാണ്? എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ നമുക്ക് വേറൊരു എക്സാമ്പിൾ ആയിട്ട് ഹ്യൂമൻ HU ആണേ. HU ഞാൻ എഴുതുമ്പോൾ അതൊന്ന് ഇതായി പോയിണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു പാർട്ടിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. പിന്നെ
അടുത്ത സെഷൻ നിങ്ങൾക്ക് വെയിറ്റ് എ സെക്കൻഡ്. പിന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഫുഡിന്റെ പാത്വേ ചോദിക്കാം. ഫ്ലോ ചാർട്ടായിട്ട് ഫുഡിന്റെ പാത്വേ നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു പോവാ കേട്ടോ. ഫുഡിന്റെ പാത്വേ ചോദിക്കാം. അപ്പൊ എങ്ങനെയാ പോണേ നോക്കിയേ, ഞാൻ ഈ പറയുന്ന പാത്വേക്ക് ശ്രദ്ധിച്ചിരിക്കണേ. ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്യുന്നത് നോക്കിക്കോളൂ. ഫസ്റ്റ് എങ്ങോട്ടാ? മൗത്ത്. അപ്പൊ ഏറ്റവും ആദ്യം എന്ത് വരും? മൗത്ത് വരും അല്ലേ. അത് കഴിഞ്ഞ് എങ്ങോട്ടാ പോണേ? ഇസോഫാഗസ്. അപ്പൊ എന്താണ്? ഇസോഫാഗസ് വന്നു. ഇത് കഴിഞ്ഞിട്ട് എങ്ങോട്ടാ പോണേ? നിങ്ങൾ ടേംസ് ഒക്കെ നിങ്ങൾ ഇതിൽ അടയാളപ്പെടുത്തിക്കുന്നത് ഓൾറെഡി ഞാൻ ഈ ബോക്സുകളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒരു റഫായിട്ട് എഴുതുന്നത്. ഇനി നോക്കിയേ, അത് കഴിഞ്ഞാൽ ഈ കുഴൽ എങ്ങോട്ടാ പോണേ? കുഴൽ വന്ന് എൻഡ് ചെയ്യുന്നത് എവിടേക്കാ? സ്റ്റൊമക്കിലോട്ടാണ് അല്ലേ. അത് കഴിഞ്ഞ് അവിടെ ലിവർ ഉണ്ട്. ലിവർ കഴിഞ്ഞിട്ടാണ് താഴെ പാൻക്രിയാസ് ഉണ്ട്. പാൻക്രിയാസിൽ നിന്ന് പിന്നെ എങ്ങോട്ടാണ്? സ്മോൾ ഇൻഡസ്റ്റൈനിലേക്കാണ് എൻ്റർ ചെയ്യുന്നത് അല്ലേ. യെസ്, സ്മോൾ ഇൻഡസ്റ്റൈനിലേക്ക് എൻ്റർ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ നിന്ന് എങ്ങനെയാണ്? ലാർജ് ഇൻഡസ്റ്റൈനിലേക്ക് പോകുന്നുണ്ട് അല്ലേ. ലാർജ് ഇൻഡസ്റ്റൈൻ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടാക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ ഓർഡർ? മൗത്ത്, ഇസോഫാഗസ്, സ്റ്റൊമക്, ലിവർ, പാൻക്രിയാസ്, സ്മോൾ ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈൻ. അപ്പൊ ഫ്ലോ ചാർട്ട് ഓക്കെ ആണല്ലോ നിങ്ങൾക്ക്? ഓക്കെ, അങ്ങനെ റെക്റ്റം വഴി പുറത്തേക്ക് പോകും. അപ്പോൾ അത് ഓക്കെ ആയി. നമ്മളിന്നൊരു 11 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ 3 ക്വസ്റ്റ്യൻ നമ്മുടെ കഴിഞ്ഞു. ഇനി നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്നുള്ള ആശയത്തിലേക്കാണ് പോണേ. ബാലൻസ്ഡ് ഡയറ്റ് ഇത് കുറച്ചുകൂടി ഫ്രണ്ട് പോർഷനിലാണ്. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞൊരു ബോക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ചാപ്റ്ററിൽ. അപ്പൊ എന്താണ്? ബാലൻസ്ഡ് ഡയറ്റും ഫുഡ് പ്ലേറ്റും ആണ് ചോദിച്ചിരുന്നത്. അപ്പോൾ എന്താ ഈ വരി അടയാളപ്പെടുത്തിയിടുക. ബാലൻസ്ഡ് ഡയറ്റ്. A balanced diet is a diet that provide all nutrients in the right proportion. റൈറ്റ് അളവിൽ എന്ത് എല്ലാ ന്യൂട്രിയൻസിനും കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് അല്ലേ. ബാലൻസ്ഡ് ഡയറ്റ്. അപ്പം അതിൽ ഏതൊക്കെ ന്യൂട്രിയൻസ് ആണെന്ന് ചോദിച്ചാൽ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, മിനറൽസ്, വിറ്റാമിൻസ്, ഇൻ അഡീഷൻ ടു ഫൈബർ ആൻഡ് വാട്ടർ. ഫൈബറും വാട്ടറും പോരാണ്ട് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, മിനറൽസ്, വിറ്റാമിൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് എന്ത് കൺസെപ്റ്റ്? ബാലൻസ്ഡ് ഡയറ്റ്. അപ്പൊ ബാലൻസ്ഡ് ഡയറ്റിനെ കുറിച്ച് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കണം. ബാലൻസ്ഡ് ഡയറ്റ് ഓക്കെ അല്ലേ. ഇനി അടുത്തത് നമ്മൾ ഫുഡ് പ്ലേറ്റിന്റെ ആശയത്തിലേക്കാണ് പോകുന്നത്. ഫുഡ് പ്ലേറ്റിൽ എന്തൊക്കെയുണ്ട്? അതിന്റെ ടെക്സ്റ്റിൽ ഈ ഒരു പോർഷൻ ഹൈലൈറ്റ് ചെയ്യുക. ഫുഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റ് ഓഫ് ഹാഫ് എ പ്ലേറ്റ് ഓഫ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അല്ലേ. ഇവിടെ എന്താണ്? ഹാഫ് എ പ്ലേറ്റിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് അല്ലേ ഈ ഒരു പോർഷൻ. പിന്നെന്താണ്? ക്വാർട്ടർ ഓഫ് സീരിയൽസ്, ക്വാർട്ടർ ഓഫ് പ്രോട്ടീൻ റിച്ച് ഫുഡുകൾ, പിന്നെ അതിന്റെ ഗ്ലാസ് ഓഫ് മിൽക്ക് ഓർ ഡയറി പ്രൊഡക്ട്സ്. അതാണ് ഫുഡ് പ്ലേറ്റിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ലൈനും അടയാളപ്പെടുത്തി വെച്ചിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെന്താണ്? അപ്പൊ അതിൽ തന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ കണ്ടെയ്ൻ എന്താണ്? പ്ലെന്റി ഓഫ് വിറ്റാമിൻസ്, മിനറൽസ്, അതർ ന്യൂട്രിയൻസ് ആൻഡ് ഫൈബേഴ്സ്. ഓക്കെ, അത് അതിൽ പ്ലെന്റി ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരു പോർഷൻ നിങ്ങളുടെ കഴിഞ്ഞു. ഇനി ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ അവിടെ തീർന്നു. ഇനി വരുന്നത് മെക്കാനിക്കൽ ഡൈജഷനിലെ 3 കാര്യങ്ങളാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, പക്ഷെ അതിൽ 3 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് മൗത്ത്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻഡസ്റ്റൈൻ. അപ്പൊ നിങ്ങൾ എന്ത് പഠിക്കണം? അതിൽ മൗത്തിൽ എന്താണുള്ളത് എന്നുള്ളത് നോക്കണം. ടീത്ത് ഉണ്ട് അല്ലേ. അതെന്താണ്? ചൂ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ഫുഡിനെ അല്ലേ. ടങ് എന്ത് ചെയ്യുന്നുണ്ട്? മിക്സ് ചെയ്യുന്നുണ്ട് ഫുഡിനെ. അപ്പൊ ചൂയിങ് പ്രോസസ്സിൽ. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കണം. പിന്നെ സ്റ്റൊമക്കിൽ എന്ത് വാൾസ് ഉണ്ട്? എന്താണ് സ്റ്റൊമക്കിലുള്ളത്? സ്റ്റൊമക്കിൽ മസിൽസ് ഉണ്ട് അല്ലേ. സർക്കുലർ മസിൽസ് ഉണ്ട് അല്ലേ. അപ്പൊ അത് ഓർത്ത് വെക്കണം. മസ്കുലർ വാൾസ് ഉണ്ട്, അത് ഫുഡിനെ ചേൺ ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? അതേപോലെ തന്നെ പിന്നെന്താണ് പറയാനുള്ളത്? യെസ്,
പിന്നെ സ്മോൾ ഇൻഡസ്റ്റൈനിൽ ജെന്റൽ മൂവ്മെന്റ്സ്, മിക്സ് ഫുഡ് വിത്ത് ഡൈജസ്റ്റീവ് ജ്യൂസുകളായിട്ട് ജെന്റൽ മൂവ്മെന്റുകൾ, അതായത് എന്ത് മൂവ്മെന്റ് ഒക്കെയാണ്? സെഗ്മെന്റേഷൻ, പെരിസ്റ്റാലിസിസ്, അതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? അവിടെയുള്ള മൂവ്മെന്റുകളാണ് അല്ലേ? ഓക്കെ, അങ്ങനെ അത് ഫുഡിനെ ഡൈജസ്റ്റീവ് ജ്യൂസ് ആയിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയില്ലേ? ഇനി അടുത്ത പോർഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫസ്റ്റ് പോർഷനിലേക്ക് എടുക്കുക. പേജിന്റെ തുടക്ക ഭാഗം എടുക്കുക. തുടക്ക ഭാഗത്തില് നിങ്ങൾ ഇവിടെ എന്ത് കാണുന്നുണ്ട്? ന്യൂട്രിയൻസ് കാണുന്നുണ്ട് അല്ലെ? അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിന്റെ ഫങ്ഷനിൽ എന്താ വരുന്നത്? എനർജി സോഴ്സ് ആണ് അല്ലെ? എനർജി ഗിവിങ് ആണ്, എനർജി ഗിവിങ്. പിന്നെന്താണ്? ഫാറ്റ്സിൽ എന്തുണ്ട്? ഫാറ്റ്സിൽ എനർജി സ്റ്റോറേജ് ഉണ്ട് അല്ലെ? എനർജി ഗിവിങ് തന്നെയാണ് ഫാറ്റ്സും അല്ലെ? പിന്നെന്താണ്? വിറ്റാമിൻസ്, മിനറൽസ്, ഇത് കുറച്ചുകൂടി പ്രൊട്ടക്റ്റീവ് നേച്ചർ കൊണ്ടുവരുന്നുണ്ട് അല്ലെ? പ്രൊട്ടക്റ്റീവ് നേച്ചർ കൊണ്ടുവരുന്നുണ്ട്. പിന്നെന്താണ്? വാട്ടർ റെഗുലേറ്ററി പർപ്പസിൽ വരുന്നുണ്ട്, റെഗുലേറ്ററി പർപ്പസ്, അല്ലെങ്കിൽ മൊത്തം ലൈഫ് പ്രോസസ്സ്. നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഞാൻ എഴുതി തന്നിട്ടുണ്ടായിരുന്നു, അത് നിങ്ങളുടെ ആ പോയിന്റ് ആയാലും മതി. പിന്നെന്താണ്? പ്രോട്ടീൻസ് എന്താണ്? പ്രോട്ടീൻസ് ബോഡി ബിൽഡിംഗ്, ഓക്കെ, അത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി അതേ പോയിന്റ് എഴുതിയാലും മതി കേട്ടോ. അല്ലെങ്കിൽ മൊത്തത്തിൽ ലൈഫ് പ്രോസസ്സിന്റെ ഡീഹൈഡ്രേഷൻ തടയാൻ വാട്ടർ, ഇതൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ ആ പോയിന്റുകളൊക്കെ നോക്കുക. പിന്നെ ഈ ഫുഡ് പ്ലേറ്റിൽ കാണിക്കുന്നുണ്ട് അല്ലെ? മിനറൽസും വിറ്റാമിൻസും പ്ലെന്റി വേണം എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ പാർട്ട് ബി സെഷനിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് പേപ്പർ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള ക്വസ്റ്റ്യൻസുകൾ. ഇനി പാർട്ട് സിയിലേക്ക് നമുക്ക് പോവാം അടുത്ത സെഷൻ. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ വില്ലസിന്റെ സ്ട്രക്ചർ എടുക്കുക. യെസ്, വില്ലസിന്റെ സ്ട്രക്ചർ എല്ലാവരും എടുത്തു എന്നായിരിക്കുന്നു. അപ്പൊ അതില് ഇത് എന്താണ് ഈ പടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും അല്ലെ? സ്ട്രക്ചർ ഓഫ് വില്ലസ് എന്ന് എഴുതാൻ പറ്റും. പിന്നെന്താണ്? അതിന്റെ ഔട്ടർ ലെയർ എന്താണ്? സിംഗിൾ ലെയർ ഓഫ് എപ്പിത്തീരിയൽ സെൽസ് ഉണ്ട് അല്ലെ? സിംഗിൾ ലെയർ ഓഫ് എപ്പിത്തീരിയൽ സെൽസ് ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെന്താണ്? ബ്ലഡ് കാപ്പിലറീസ് ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെന്താണ്? ലാക്റ്റിയൽ ഉണ്ട് പച്ച കളറിൽ അല്ലെ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൽ എഴുതുക. പിന്നെ വില്ലയിൽ എന്തിനാണ് ഈ വില്ലസ് എന്താണ്? സർഫസ് ഏരിയ കൂട്ടുന്നതാണ് അല്ലെ? സർഫസ് ഏരിയ ഫോർ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസിനാണ് ഇത് വരുന്നത്. ഇൻക്രീസ് സർഫസ് ഏരിയ ഫോർ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ഇൻക്രീസ് ചെയ്യും, സർഫസ് ഏരിയ കൂട്ടുന്നു. അപ്പൊ ആ ഒരു പ്രൈമറി സർഫസ് കൊടുക്കുന്നുണ്ട്. ആ കാര്യം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യണം. നോക്കിയേ, ഈ ഒരു ഭാഗം ഇൻക്രീസ് ദ സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ബൈ മെനി ഫോൾഡ്, അതാണ് വില്ലെ. എന്താ? ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ത്രൂ ഔട്ട് ദ ഇന്നർ വാൾ ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ചെറുകുടലിൽ കാണുന്നതാണ് അല്ലെ? യെസ്. ഇനി അപ്പോൾ ആ ഒരു പോർഷൻ അവിടെ ഓക്കെ ആയില്ലോ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ബ്ലഡ് കാപ്പിലറീസിന്റെ ഫംഗ്ഷൻ നോക്കണം. അബ്സോർബ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് അല്ലെ? ലാക്റ്റിയലിൽ എന്തൊക്കെ അബ്സോർബ് ചെയ്യുന്നത്? ഫാറ്റി ആസിഡും ഗ്ലിസറോളാണ്. അപ്പൊ അത് അവർ ഓരോരുത്തരും എന്താണ് അബ്സോർബ് ചെയ്യണേ എന്നുള്ളത് നോക്കണം. ഓക്കെ, ഇനി അടുത്തത് നമ്മളിപ്പോൾ വരുന്നത് 9ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ്. ഇനി 2 ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ വരുന്നത് 9ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ്. ഹാർട്ട് ബീറ്റും പൾസ് റേറ്റിലേക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ്? ഒരു മിനിറ്റ്, ഞാനൊന്ന് ചാർജർ കുത്തിയിട്ടെ. യെസ്, അപ്പം ഇവിടെ നോക്കിയേ, ഹാർട്ട് ബീറ്റിന്റെ ഭാഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ കിട്ടണം അല്ലെ? അതിൽ എന്തൊക്കെ ഉണ്ട്? ഒരു കാർഡിയാക് സൈക്കിൾ ഹാർട്ട് ബീറ്റ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരുന്നുണ്ടെന്ന് നോക്കണം. ജോയിന്റ് ഡയസ്റ്റോൾ വരുന്നുണ്ട്, ഏട്രിയൽ സിസ്റ്റോൾ വരുന്നുണ്ട്, വെൻട്രിക്കുലർ സിസ്റ്റോൾ വരുന്നുണ്ട്. സിസ്റ്റോൾ എന്താണ്? കോൺട്രാക്ഷൻ അല്ലെ? ഡയസ്റ്റോൾ എന്താണ്? റിലാക്സേഷൻ അല്ലെ? അപ്പം നമ്മൾ എന്ത് പറഞ്ഞു? ഹാർട്ട് റേറ്റ് ഇസ് കൺട്രോൾ ബൈ റിതമിക് കോൺട്രാക്സേഷൻ റിലേഷൻ ഓഫ് ഹാർട്ട് മസിൽസ് ആണ്. പിന്നെന്താണ്? ടൈം റിക്വയർഡ് ഫോർ കംപ്ലീറ്റ് ഒരു ഇത് കംപ്ലീറ്റ് ചെയ്യാൻ, സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ 0.8 സെക്കൻഡ് ആണ് വരുന്നത് അല്ലേ? അപ്പോൾ 1 കാർഡിയാക് സൈക്കിൾ ഇസ് നോൺ ആസ് 1 ഹാർട്ട് ബീറ്റ്. അപ്പോൾ എന്താണ് ഹാർട്ട് ബീറ്റ് എന്ന് വെച്ചാൽ 1 കാർഡിയാക് സൈക്കിൾ ഇസ് നോൺ ആസ് 1 ഹാർട്ട് ബീറ്റ്. ആ സൈക്കിളിൽ എന്തൊക്കെ ഉണ്ടെന്ന് എഴുതുക, എത്ര സെക്കൻഡ് എടുക്കുന്നു എഴുതുക, അവിടെ എന്താണ് നടക്കുന്നത്, ഹാർട്ട് റേറ്റ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, റിതമിക് കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ഹാർട്ട് മസിൽസ് ആണ് അല്ലേ? യെസ്. ഇനി എന്താണ് അടുത്തത്? പൾസ് റേറ്റ് എന്താണെന്നാണ് ചോദിക്കുന്നത്. പൾസ് റേറ്റ് എന്താണ്? പൾസ് റേറ്റ് നിങ്ങൾ നിങ്ങളുടെ റിസ്റ്റിൽ എടുക്കുന്ന ഒരു പോർഷൻ, നിങ്ങളുടെ ഈ പേജ് എടുക്കുക. അപ്പോൾ ഇതിൽ പൾസ് റേറ്റ് എന്താണ്? പൾസ്
അതായത് നമ്മൾ ഇൻഡെക്സ് ഫിംഗർ എന്താണ്, ചൂണ്ടുവിരലാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പൊ ആൻഡ് ദ മിഡിൽ ഫിംഗർ, നടുവിരല്, അത് നമ്മൾ റൈറ്റ് ഹാൻഡിന്റെ നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് റിസ്റ്റിൽ കൊണ്ടുവന്ന് വെക്കണം അല്ലെ, ഈ പടത്തിൽ കാണുന്ന പോലെ. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു ത്രോബിങ് സെൻസേഷൻ ഇൻ യുവർ ഫിംഗേഴ്സ് അല്ലെ, ഒരു ഇടിപ്പ് പോലെ കിട്ടും അല്ലെ. അതിനെയാണ് നമ്മൾ പൾസ് എന്ന് പറയുന്നത്. എന്താ നമ്മൾ പറയാ, ദാറ്റ് ഇസ് കോൾഡ് ആസ് പൾസ്. പൾസ് റേറ്റ് അതാണ്. ഓക്കെ, അപ്പം അത് നിങ്ങൾക്ക് ഓക്കെ ആയില്ലേ. ഇനി വരുന്നത് ബ്ലഡ് പ്രഷറിന്റെ ഭാഗത്തേക്കാണ്. നോർമൽ ബ്ലഡ് പ്രഷർ റേറ്റ് എത്രയാണെന്ന് ചോദിക്കാം എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പം നമുക്ക് മനസ്സിലാവണം 120/80 mmHg ആണ് നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അതിൽ സിസ്റ്റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ വരുന്നതാണ്, അത് ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുമ്പോഴാണ് അല്ലേ. ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുമ്പോൾ. ഡയസ്റ്റോൾ എപ്പോഴാണ് വരുന്നത്, ഹാർട്ട് റിലാക്സ് ചെയ്യുമ്പോഴാണ്. റിലാക്സ്, അതാലോചിക്കണം. ഡയസ്റ്റോൾ റിലാക്സ്, സിസ്റ്റോൾ കോൺട്രാക്ട്, കേട്ടോ. അത് അപ്പോൾ അനുഭവിക്കുന്ന പ്രഷറിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് ഓക്കെ എന്ന് കരുതുന്നു. ഇനി നമ്മൾ സൈലം ഫ്ലോയം ഭാഗത്തിലേക്കാണ് പോകുന്നത്. ലാസ്റ്റ് പോർഷൻ. ഈ പടം കാണിച്ചിട്ട് എന്ത് ചോദിക്കും, ഇത് അടയാളപ്പെടുത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടയാളപ്പെടുത്താൻ ഐഡിയ ഉണ്ടാവണം. സൈലം, ഫ്ലോയം. അപ്പൊ അതിലെ സി ട്യൂബും കമ്പാനിയൻ സെൽസും അതോടൊപ്പം തന്നെ വെസല്, സൈലം വെസല്, സൈലത്തിന്റെ എന്താണ് ട്രക്കിയേഡ്, ഇതൊക്കെ അടയാളപ്പെടുത്താൻ നിങ്ങൾക്ക് ചോദിച്ചാൽ മനസ്സിലാവണം. ഓക്കെ, ഇനി എന്താണ് ട്രാൻസ്പിറേഷണൽ പുൾ. എന്താണ്, ഒരു വേർഡ് ഉണ്ടായിരുന്നു അല്ലേ. എന്താണ്, വാട്ടർ ഫ്രം ദ സൈലം ട്യൂബ്സ് റീച്ച് ദ ലീഫ് ബൈ ഓസ്മോസിസ്, കൂടെ മുകളിലേക്ക് എത്തുന്നു നമ്മൾ പറഞ്ഞു അല്ലെ. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പുറത്തുനിന്ന് വെള്ളം പോകുന്നുണ്ട് അല്ലെ. അതെന്താണ് ട്രാൻസ്പിറേഷൻ പുൾ എന്ന് പറയും. പുറത്തുനിന്ന് വെള്ളം പോകുന്നത് ഇസ് എക്സ്പെൽഡ് ബൈ ട്രാൻസ്പിറേഷൻ. ഓസ്മോസിസ് വഴി ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിലേക്ക് വരുന്ന വെള്ളം, ഇങ്ങനെ വരുന്ന വെള്ളം അതെങ്ങനെയാ പോകുന്നത്, അവസാനം ആ വെള്ളം പിന്നീട് എന്താ സംഭവിക്കുന്നത്, ആ വെള്ളത്തിന് പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലെ. ട്രാൻസ്പിറേഷണൽ പുള്ള് കാരണം. ട്രാൻസ്പിറേഷണൽ പുൾ, ട്രാൻസ്പിറേഷൻ പുൾ. ഇനി അടുത്തത് എന്താണ് വരുന്നത്, ഫുഡ് പ്രിപ്പയർഡ് ഇൻ ദ ലീവ്സ് ഈസ് ട്രാൻസ്പോർട്ടഡ് ടു ഓൾ പാർട്സ് ത്രൂ. അപ്പോൾ കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആണെങ്കിൽ സൈലം, കണ്ടക്ഷൻ ഓഫ് ഫുഡ് ആണെങ്കിലോ ഏതാണ് കണ്ടക്ഷൻ ഓഫ് ഫുഡ് ചെയ്യണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ എഴുതുക, ഫുഡ് ഇൻ ദ ലീവ്സ് ട്രാൻസ്പോർട്ടഡ് ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് പഠിക്കണം. അപ്പൊ നിങ്ങൾ ഈ 2 പോയിന്റ് ഈ ബോക്സിൽ എഴുതണം. അതായത് ഏത്, നമ്മുടെ തൊട്ടപ്പുറത്തെ പേജിലുള്ളത് കണ്ടക്ഷൻ ഓഫ് ഫുഡ്. ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ലീവ്സ് ആർ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ്. അത് സി ട്യൂബ് വഴി അത് ഫോം ഓഫ് സൂക്രോസിൽ എന്താണ്, അപ്പൊ എനർജി യൂസ് ചെയ്ത് ഫോം ഓഫ് സൂക്രോസിലേക്ക് എന്താവുന്നുണ്ട്, ഈ സി ട്യൂബ്, അരിപ്പ് പോലത്തുള്ള സി ട്യൂബ് വഴി താഴോട്ട് അപ്പൊ ലീസിൽ നിന്നാണല്ലോ ഫുഡ് ഉണ്ടാക്കണേ അല്ലേ. ഫോട്ടോസിന്തസിസ് വഴി അങ്ങനെ അത് പോകുന്നുണ്ട്. ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ, അതിന്റെ ഒപ്പം വെള്ളവും സഞ്ചരിക്കുന്നുണ്ട്. അപ്പൊ ഹൈ ടെമ്പറേച്ചർ പ്രഷർ കാരണം സൂക്രോസ് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ കണ്ടക്ഷൻ ഓഫ് ഫുഡ് വരുന്നത് എന്താണ്, ഫ്ലോയത്തിലാണ് എന്നൊക്കെ നിങ്ങൾ ഓക്കെ ആക്കണം. ഇനി എന്താണ് അടുത്തത്, നിങ്ങളുടെ ലാസ്റ്റ് ഭാഗത്തെ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഹെൽത്ത് ഓഫ് ഹാർട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മളുടെ ഈ ഒരു ഇങ്ങനെ ഏതൊക്കെ കാര്യങ്ങളാണ് ഹാർട്ടിന് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഹാർട്ടിന് എന്തൊക്കെ ഹാബിറ്റുകളാണെന്ന്, ലാക്ക് ഓഫ് എക്സസൈസ്, അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ആക്കാം, സ്മോക്കിംഗ് കൊടുക്കാം, ഒബിസിറ്റി കൊടുക്കാം അല്ലെ. അപ്പോൾ അതൊക്കെ കൊടുക്കാം. പിന്നെ എന്താണ് പറയുന്നത്, എന്താണ് ആർത്രോസ്ക്ലീറോസിസ്. ആർത്രോസ്ക്ലീറോസിസ് നമ്മുടെ മറ്റേ ഹാർട്ടിന്റെ നമ്മുടെ വേൾഡ് ഹാർട്ട് ഡേയുടെ അതിൽ കണ്ടിട്ടുണ്ട് അല്ലെ. ടു മച്ച് ഫാറ്റ് കോസ് ചെയ്യുന്നത്, ഫാറ്റി ഫുഡ് കഴിക്കുമ്പോൾ എന്താവും, ആർട്ടീരിയൽ വോൾസുകളിൽ എന്ത് ഡെപ്പോസിറ്റ് ചെയ്യും, ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യും. അതാണ് ആർത്രോസ്ക്ലീറോസിസ്. അപ്പൊ ആ ടേം ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് കൊറോണറി ത്രോംബോസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ, അതിന്റെ ഭാഗമായി ഇങ്ങനെ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് ക്ലോട്ടായി കൊറോണറി ആർട്ടറിയിൽ, അങ്ങനെ കണ്ടീഷൻ കോൾ കൊറോണറി ത്രോംബോസിസിലേക്ക് വരും. അത് ഹാർട്ട് അറ്റാക്കിലേക്ക് ലീഡ് ചെയ്യാം. ഓക്കെ, ഇനി 2 ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ഹാർട്ടിന്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാമെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തൊട്ട് ഈ മുകളിൽ കാണുന്ന ആ ഒരു പോർഷനിൽ ഏതെങ്കിലുമൊക്കെ എഴുതി വെക്കുക. അതായത് ബാഡ് ഹാബിറ്റ് ലൈക്ക് ഡ്രിങ്കിങ്, ആൽക്കഹോള്, സ്മോക്കിംഗ് മാറ്റുക, മെന്റൽ സ്ട്രെസ് കുറയ്ക്കുക, എക്സസൈസ് ചെയ്യുക. പിന്നെന്താണ്, നമ്മുടെ റെഗുലേറ്റ് ബോഡി വെയിറ്റ് അക്കോർഡിംഗ് ടു BMI, ഹെൽത്തി ഫുഡുകളൊക്കെ കഴിക്കുക എന്നൊക്കെ പറയാം. ഓക്കെ, പിന്നെ ഒരു ഹാർട്ടിനെ പറ്റിയുള്ള ഒരു സ്ലോഗൻ ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ അല്ലേ. ഹെൽത്തി ഹാർട്ട് ഹാപ്പി ലൈഫ്, അങ്ങനെ എന്തെങ്കിലും ഒരു സ്ലോഗൻ ഉണ്ടാക്കുക.
ഓക്കെ, പോസ്റ്ററിനൊക്കെ പറ്റുന്ന ഒരു സ്ലോഗൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഏത് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ്. ആ ഒരു ചാപ്റ്ററിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ടെസ്റ്റ് പേപ്പർ സീരീസിന്റെ. അപ്പം ഇത് എല്ലാവരും റെഫർ ചെയ്ത് വരിക. അപ്പം എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്.